എടാ ഇജ്ജ് പേരപ്പുറത്തുനിന്ന് വീണ് പറഞ്ഞപ്പോ ഉള്ളാന്തി അങ്ങനെ അറിയാം എനിക്ക് ഇജ്ജ് എന്താ കളിക്കാൻ നിക്ക ഇജ്ജ് വെള്ളടിച്ചിട്ട് ഇതിന്റെ മുകളിൽ കയറാൻ ആരാ പറഞ്ഞ എന്നോട് വെള്ളടിച്ച് കയറാൻ എന്താ കാരണം അറിയോ? അവിടെ വെച്ച് പറയേണ്ട വെച്ചിട്ടാണ് ഞങ്ങള്. എന്ത് ഞങ്ങളോ ഇജ്ജ് വെള്ളടിച്ചോ? എന്തിപ്പം പറഞ്ഞു? എനിക്കറിയാൻ പാടില്ല എന്ത് ഭ്രാന്താണ് വെള്ളടിച്ച നമ്മളത്ര രണ്ടാളും കൂടി പറഞ്ഞിട്ടല്ലടാ ഞാൻ എന്റെ പേരിന്റെ സ്ഥലം തൊക്കപ്പാടെ കൂടിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയിച്ച് അല്ലേ? എന്തെന്റെ ജോസുറ്റോ പറഞ്ഞേ എനിക്ക് 10 കായ് കെട്ടിക്കൊട്ടിച്ചിട്ടല്ലേ നമ്മള് പറഞ്ഞേ. ഞാൻ നോട്ടീസ് വരുന്ന കാര്യങ്ങളോട് രണ്ടാളോട് ഞാൻ പറഞ്ഞില്ല. നോട്ടീസ് വരുന്നുണ്ട് നിങ്ങളുടെ ചെവിയുടെ ഉള്ളിലേക്കാണ് കയറി പോവാത്തത്. ഏടെ ചെങ്ങായി ഞങ്ങളുടെ ചെവിയിലേക്ക് കേട്ടിട്ട് എന്താ കാര്യം? ഇത് ഈ അടക്കണ്ട കായ് അടക്കണ്ടിച്ചല്ലേ അല്ലേ? അയ്യണ്ട അടക്കാത്തത് പണി ഉണ്ടെങ്കിലേ പൈസ അടക്കുള്ളൂ. പണിക്ക് വിളിച്ചാ പോണോ? പണിക്ക് വിളിച്ചാ പോകാറുണ്ടോ? പണിക്ക് വിളിച്ചാ പോണാ എനിക്ക് പറ്റുന്ന പണി വേണ്ടോ? പിന്നെ നീ ഇവിടെ വന്നതിനാ? ഞാൻ 1ാം നമ്പർ വിശ്വകർമ്മജനാണ്, മനസ്സിലായത്? ഇവിടെ വന്നിട്ടില്ല, ഓട് മാറ്റാനാ പോണ്. മനസ്സിൽ വിഷമുണ്ടത്. ഓട് മാറ്റാൻ പോണ്. ഏടാ ചെങ്ങായി ഈ വെള്ളടിച്ചിട്ട് ഇതിന്റെ മുകളിൽ കയറാൻ ആരെന്നോട് പറഞ്ഞായി ഈ തല കുത്തിങ്ങോട്ട് വീഴാനായിട്ട്? ഏടാ പരിക്കുട്ടിയ മനസ്സിന്റെ വിഷമം കൊണ്ട് കുടിച്ചതാണ്. എന്താ പന്റെ വിഷമോ? എന്താ വിഷമോ? എന്താ വിഷമം നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ലേ? ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ട് എത്ര ദിവസം ഞങ്ങളുടെ രണ്ടാളോട് ഞാൻ പറഞ്ഞില്ലേ? ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നെ കള്ളും കുടിച്ച് പരപ്പുറത്ത് കയറാണ്. അങ്ങനെ വെച്ചാ വിജയ് മല്യൊക്കെ അങ്ങനെ വെള്ളടിച്ചിട്ട് പരപ്പുറത്ത് കയറേണ്ടി വന്നായിരുന്നു ബാങ്കിൽ നിന്ന് ആയിരത്തതിന്. അത് നടക്കണില്ല. അതെ, ഞാൻ ബാങ്കിൽ പോയപ്പോ ആ മാനേജറിനോട് പറഞ്ഞെന്താ അറിയോ? എന്താണ്? ഒന്നുകിൽ ആ പലിശ മൊത്തം കൊണ്ടുവന്ന് അടക്കി, ഇല്ലെങ്കിൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. മാനേജറുടെ ആക്ഷൻ എന്താന്ന് എന്റെ വിചാരം? പറ എന്താ? ഞാൻ എന്റെ ഭാര്യയും കുട്ടിയെയും അമ്മയ്ക്കായിട്ട് തെരുവ് കൂടെ തേരാ പാര അങ്ങനെ നടക്കേണ്ടി വരും. അത് കാണണം. എടാ പനക്ക് എന്റെ പണിക്ക് മര്യാദക്ക് കൊത്തുപണിക്ക് പോയിരുന്നിച്ച് എനിക്ക് ആ കായ് അടച്ചോടാ ചങ്ങായി. കൊത്തുപണിക്ക് ഇജ്ജുണ്ടാക്കി വെച്ചിട്ടുണ്ടോ? കൊത്തുപണി ഒന്നാരം പറയാ എന്റെ വാസുട്ടിയെ സംഗതിച്ച് നല്ല പണിക്കാരനാണെന്ന് നിൽക്കാന്ന് അറിയാം. അത് നല്ല പണിക്കാരൻ തന്നെയാണ്. അതൊക്കെ ഞങ്ങൾക്ക് അറിയണ ആൾക്കാരനാണ് ഞങ്ങള്. ഈ ഞങ്ങളുടെ അടുത്ത് ഈ ജാതി വർത്താനം എന്ന് പറഞ്ഞിതാക്കണ്ട. ഇപ്പൊ അന്നെ ഞങ്ങൾ വിളിച്ചു, അന്നെ വിളിച്ചത് ഓട്ടുമ്പുറത്ത് നിൽക്കുമ്പോ ഞാൻ തന്നെയാണ്. ഓട്ടും പുറത്താന്ന് പിക്കറിയോടെ ചങ്ങായി, ഇക്കറിയോ? ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ സ്ഥലം ഒന്ന് നോക്കി വന്ന സുരേന്ദ്ര മുതലാളിയില്ലേ, ആ പുള്ളി വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വായിക്കൂടി പോവാൻ പറ്റേ? ഇത് കേട്ടിട്ട് പോയാ മതി. പുള്ളി ഇത് വീട്ടിലുണ്ട്. നമ്മൾ 3 പേരും കൂടി ചെന്ന് സംസാരിച്ച ആൾ ഇന്ന് തന്നെ കച്ചവടത്തിന് തയ്യാറാണ്.